ഇതെന്താ ഇത് മറ്റേ മൂക്കിൽ ജലദോഷം വരെ മൂക്കിൽ വെക്കണ സാധനമാണെന്ന്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ഗേൾസ് ഓൺലി പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഉണ്ണിയെണ്ണയെ കൊണ്ട് എന്തൊന്നാണ് പറയിപ്പിക്കലുണ്ട് ഇന്നത്തെ വീഡിയോസ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ തേക്കണത് കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിക്കാനുണ്ടാവും, നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയിരിക്കണ്ടായിരുന്നു. പൊക്ക പൊക്ക പറഞ്ഞിട്ടുണ്ട്, കാരണം നോക്കണം അവിടെ എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ കിടന്നാലോ. അപ്പില്ലേ ഞാൻ കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോസ്മെറ്റിക്സ് എടുത്തിട്ടുണ്ട്, അതല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ കെയർ, അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എന്തിട്ടാന്ന് അറിയാൻ നോക്കാല. ഒന്നാമത്തെ ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ അടിയിൽ കാണിക്കപ്പോ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ല. ദുരത് മറ്റേ എന്നിട്ടാണ് അതിന്റെ വയറുമൊക്കെയാണ് അതിന്റെ എന്താ പേരുന്ന ഷേപ്പ്. ഓക്കെ, അപ്പൊ ഒരു മാർക്ക് കൊടുക്കാട്ടാ. ഇൻ ഷേപ്പ് ആണ് ട്ടാ. ഷേപ്പ് വേറാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഇതൊക്കെ വേഗം അറിയാൻ പറ്റൂട്ടാ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഓക്കെ, ഭയങ്കര രണ്ടാട്ടാ. മാർക്ക് കൈ പിടിച്ചോ. രണ്ടായിട്ടാ. അടുത്തത് മറ്റേ കണ്ണുമ്മ മറ്റേ കൺപീലി പേരെന്ത് പേര് ഒരു കാരോട് മസ്കാര. മസ്കാരാട്ടാ. ഓക്കെ, നെക്സ്റ്റ് ഇതിട്ടാ. ഇതെങ്ങനെ അറിയാനായിട്ട് വലിയ ചാൻസ് ഇല്ല. ഇത് പ്രാവശ്യം കാണിച്ചു തരുള്ളൂ, അങ്ങനെ വെച്ചോണ്ട് നോക്കിയിരിക്കണ്ട. അതിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പറ അതിന്റെ ഇതൊക്കെ കണ്ടിട്ട് എന്നിട്ട് തോന്നണത് ക്ലൂ ഒന്നുമില്ല. ഞാൻ നേരത്തെ കൊടുത്തല്ലേ. ഫൗണ്ടേഷൻ അല്ല, പക്ഷെ ആ ഒരു ഇനത്തിലുള്ള ഒരു ഐറ്റംസ് തന്നെയാണ്. അറിയില്ല. കൺസീലർ ഇട്ടാ. നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ നമ്മൾ ഈ ഫൗണ്ടേഷൻ കുറച്ചും കൂടി കവറേജ് ചെയ്യാൻ കിട്ടൂല. അത് ഇത് കണ്ടിട്ടൊന്നുമില്ല ഞാൻ ചെയ്യണത്. നെക്സ്റ്റ് ഇതാണ്. ബ്രഷാണ്. എന്ത് ബ്രഷ്? പല്ലേ ബ്രഷ് ഒന്നല്ല. പിന്നെ എന്റെ ബാഗിൽ കിടക്കണുണ്ട്. എങ്ങനെ പിരിക്കാൻ ഇങ്ങനെയാണ് കാണിക്കണത്? പിരിക്കാനും തീ ബ്രഷ് വെച്ചിട്ടാണ് എഴുതുന്നത്. അയ്യോ, ഞാൻ ഈ ബ്രഷ് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താണോ എവിടെ ക്ലോസറ്റ് എഴുതുന്നത്. അത് പിന്നെ മുഖത്തെല്ലാം തേക്കനൊക്കെ. മുഖത്ത് തന്നെയാണ്. അല്ല, ശരിയുള്ള മുഖത്തേക്കണ ബ്രഷ് അല്ലേ. അപ്പൊ ഓക്കെ, മാർക്ക് കൊടുക്കാട്ടാ. ഇത് നമ്മ ഇങ്ങനെ കോണ്ടോർ ഒക്കെ ചെയ്യില്ലേ, ഇവിടെ സൈഡ് കോണ്ടോർ, ചിന്ന കോണ്ടോർ ചെയ്യാൻ നിൽക്കണ കോണ്ടോർ ബ്രഷ് കണ്ടത്. നെക്സ്റ്റ് ചെയ്തിട്ടാ. ഇത് മറ്റേ മുട്ടല്ലേ, റോസ് മുട്ട. ഏത് സാധനമാണ് റോസ് മുട്ടയോ? റോസ് മുട്ട അതല്ല. കാണണ്ട അങ്ങനെ അധികം. പറ. താമരമുട്ട പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. വല്ലപ്പോഴൊക്കെ നോക്കണം. അത് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? താമരമുട്ട അല്ലെങ്കിൽ റോസ് മുട്ട അല്ല. അതൊന്നല്ല. എന്റെ ലെസ്സൊക്കെ അറിയായിരിക്കും. ഇപ്പൊ ഒരു സാധനം മുന്നോട്ട് ക്ലോസ് ചെയ്യും. അതെന്നിട്ടാണ് റോസ് മുട്ട ലെസ്സൊക്കെ ആകെ ഒരു വട്ടം അറിയുള്ളൂ, കോഴിവട്ട. അവിടെ ഇരിക്കൂ. കിടക്കോടെ. അത് പേരറിയില്ല. മേക്കപ്പിന്റെ തന്നെ ഒരു ഐറ്റമാണ് മേക്കപ്പ് ചെയ്യാൻ. കുത്തി തേക്കാണോ? അതെന്നാ അതിന്റെ പേര് പറയാതിട്ടാണ്. ഇതിനൊന്നും പോയിന്റ് കൊടുക്കണ്ട കേട്ടാ. ആള് ഊടായിപ്പാണ്. പേര് എന്നിട്ടാ അറിയില്ല. ഇതൊക്കെ എല്ലാം കാണിച്ചിട്ട് പേര് ചോദിക്കില്ല.
ആ മൂത്ത് എന്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ തന്നെ ഇടുന്നതാണ്. ബ്യൂട്ടി ബ്ലെൻഡർ ആണത്. ആ ഓക്കെ, അപ്പൊ എനിക്ക് മാർക്ക് 5 പോയിന്റ് ഇല്ല അതിനകത്ത്. നെക്സ്റ്റ് ഇട്ടാ ഇതെന്താ? ഇത് ഇങ്ങനെ മറ്റേ ഇത് കഴിക്കണത് മൂത്ത് നമ്മുടെ ഇവിടെ 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 ഫൗണ്ടേഷന്റെ അപ്പുറത്ത് എന്തോ ഇങ്ങനെ റോസ് പൗഡർ റോസ് പൗഡർ. ഓക്കെ, അതല്ലേ ഇത് പൗഡർ ബ്രഷ് ആണ്. പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ ഇടാനൊക്കെ ഞാൻ എല്ലാ ബ്രഷും കൊണ്ട് യൂസ് ചെയ്യോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഇത് എന്താണ്? അത് ഇവിടെ ഇതിങ്ങനെ ഇവിടെ തേച്ചിട്ട് കൊറേ തേക്കണം ചുമക്കാൻ വേണ്ടി. അതല്ലേ ഞാൻ കേട്ടു ഇതിന് അങ്ങനെ പേരും കാര്യങ്ങളും അറിയില്ല. അപ്പൊ നമുക്കൊരു ഒരു അരമാർക്ക് വെച്ച് കൊടുത്തേക്ക്. ഇതിനൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്. ബ്ലഷ് ആണ് പേരറിയാൻ പേരറിഞ്ഞൂടാ. എന്തിട്ട് പേര് എനിക്കറിയാൻ പാടില്ല. ഒരു അരമാർക്ക് വെച്ച് കൊടുത്തേക്കാം. അരമാർക്ക് അരിമാർക്ക് അരമാർക്ക്. ഇതെന്താണ്? ഇത് ഫൗണ്ടേഷൻ അല്ലേ? അല്ലേ? ഓക്കെ, ഫൗണ്ടേഷൻ. അതൊക്കെറിയാം. പിന്നെ കാരണം എന്താ പറഞ്ഞത് ഇത് വെച്ചിട്ട് ചന്ദനം തൊടാറ്. നെക്സ്റ്റ് ഇത് എന്നിട്ടാ അടിയിൽ ബ്രഷ് ഉണ്ട്. ബ്രഷ് ഉണ്ട് അടിയിൽ. എന്നിട്ടാ അപ്പൊ അത് ഫൗണ്ടേഷൻ തന്നെയാണ്. ആ ഫൗണ്ടേഷൻ. ഞാൻ എന്നോട് അങ്ങനെ ആണാണോ ചോദിക്കാറ്. ഇത് എന്താണ് ഫൗണ്ടേഷൻ? എന്ത് ഫൗണ്ടേഷന് പിരികത്ത് ഫൗണ്ടേഷൻ പിരികത്തുമ്പള്ള തേക്കണം. അത് പിന്നെ ഇത് കണ്ടിട്ടുണ്ടായില്ല, കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അറിയില്ല. ഇത് സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ്ടത്. ഇതെന്താണ്? ഐലൈനർ എന്നൊന്നും പറയാത്. ഇത് കറക്റ്റ് എന്തെന്നാണ് എന്തിട്ടാന്ന് പറയണത്. അത് മറ്റേ അടിയിലൊക്കെ തേക്കണാണ്. ഇത് പേര് പറ. ഐലൈനർ കണ്ണിന്റെ അടിയിലാണ് മുകളിലാണെന്നൊക്കെ നമുക്ക് പറയാ. ഇത് കണ്ടിട്ട് എന്തിന്റെ ആകൃതിയാണ്? അപ്പൊ അത് പറയൊന്ന്. നമ്മുടെ സ്റ്റിക്കല്ലേ? പെൻ ഐലൈനർ ആണത്. കണ്ട പെന്റെ പോലെ ഇരിക്കണത് ഐലൈനർ ആണ്. അരമാർക്കുള്ളതൊക്കെ ഇത് എന്നിട്ടാ എല്ലാ ഫൗണ്ടേഷൻ ആണല്ലോ. ഇത് മറ്റേ റോസ് പൗഡർ അല്ല? റോസ് പൗഡറാ? റോസ് പൗഡർ ഒക്കെ കഴിഞ്ഞ അന്തക്കാലം. ഇത് ഇന്തക്കാലം. അതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മൂത്തിട്ട് കുത്തി ഇതല്ലേ? ഇയാള് കൊള്ളാലോ. എല്ലാരും കുത്തി കുത്തി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ പറയാൻ കേട്ടിട്ടുള്ള പൗഡർ. എന്ത് പൗഡർ? ഞാനിങ്ങനെ പറയിപ്പിക്കണം. പൗഡറാണ്. ഓക്കെ, കോമ്പാക്ട് പൗഡർ. ബ്രൗൺ പൗഡറാണ്. കോമ്പാക്ട് പൗഡർ ഇട്ടത്. നെക്സ്റ്റ് ഇത് വേഗം അറിയാൻ പറ്റും. ലിപ്സ്റ്റിക്. ഇതാ ലിപ്സ്റ്റിക്. മറ്റേ കണ്ണുമുതൽ കണ്ണിന്റെ എന്നിട്ട് പിന്നെ ഐഷാഡല്ല, മുട്ടനാടാ. ഐഷാഡോ. ഇതെന്തൊരു കത്രികേ? എന്തിട്ട് തന്നത്? എന്തിട്ടത്? എന്തുപോലെയാണ് ഇരിക്കണത്? ചായയുടെ അരിപ്പ്. ചായയുടെ അരിപ്പായിരുന്നു. ഇതെന്താണ്? എന്താ ബ്ലേഡ്? അത് കത്രിക. ബ്ലേഡ് ഒന്നല്ല, ആ ഒരു ഇനത്തിൽ പെടുത്തും. അങ്ങനത്തേക്ക് ഒരു ഉപകരണമാണ് ഇത്. കണ്ടുള്ള പിരികം വെട്ടാനാണ് ഈ സാധനം വെച്ചിട്ടുള്ള പിരികം വെട്ടണത്. അറിയില്ല. ഐലാഷ് കേളറാണ്. കൺപീലി കേളർ. ഇതെന്താ? ഐലൈനറാ? ഇത് കണ്ടിട്ട് ഐലൈനർ ആയിട്ടാണ് തോന്നുന്നത്. എന്നിട്ടാണിത് മസ്കാര. ഇതൊരു കണ്ണ എന്നിട്ടാണ് അതിനെ പറയുന്നത്.
ലൈനർ. ഇതിന്റെ എന്നിട്ട് പറഞ്ഞേ. അതെനിക്കറിയാം അതിനെന്നിട്ട് പറയണേ. അതിനെ നമുക്ക് എന്നാ ഇതിന് എന്നിട്ട് പറയണ ഇംഗ്ലീഷിൽ അത് ആലോചിച്ച് നോക്ക്. ഇംഗ്ലീഷ് എന്നിട്ട് പറഞ്ഞ എനിക്കറിയാം. ഓ 7ാം ക്ലാസ്സിൽ കുസ്തിയാണ് പറഞ്ഞൂടാ. ഹെഡ് ലെയർ. ഹെഡ് ലൈനറാ. എനിക്കറിയില്ല, പേരറിയില്ല. ഐബ്രോ പെൻസില്. ഐബ്രോ ഞാൻ പറഞ്ഞു. ഐബ്രോ പോലെ അറിഞ്ഞൂടെ? മണ്ണ ബുദ്ധിയാ. ഇതെന്താണ്? ലൈനർ. അതറിയാ, തേക്കണ ലിപ് ലൈനർ. ഓക്കെ, അതറിയാ. നെക്സ്റ്റ് ഇത് കണ്ണാടി. ഇതെന്തിട്ട് സാധനം? ഇനി നോക്കിയിരിക്കണ്ട അധികം നേരം. അത് ഞാൻ പറയാം. പറ. മൂത്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് മറ്റേ ബോർഡർ ഇട്ട് അതിന്റെ മുകളിൽ തേക്കണ സാധനം. പേര് പേര് അറിയാൻ പറഞ്ഞു കണ്ടിട്ടുണ്ടാവും. ഫൗണ്ടേഷന്റെ മുകളിൽ മുകളിലിടണം. തോറ്റാ തോറ്റി. ഹൈലൈറ്റർ. ഹൈലൈറ്റ് എനിക്ക് അറിയാം സത്യം പറഞ്ഞു. ഇതെന്താ? കമ്മല്. കമ്മലൊന്നല്ല, സ്റ്റഡ്, മൂക്കുതി. കമ്മല്. ഇതെന്താണ്? കപ്പ്. അതറിയാം, അറിഞ്ഞില്ല ഞാൻ ഇടിക്കും ഞാനൊന്ന്. അത് കാണണം, അതന്നെ അറിയാം. ഇതെന്താ? ഇത് മറ്റേ മൂക്കിലേക്ക് മൂക്കിലേക്കുന്നതാണല്ലേ? അതല്ലേ ഇത്? ജലദോഷം മൂക്കിലേക്ക് അതല്ലേ? ജലദോഷം വരും മൂക്കിൽ വെക്കണ സാധനമാണെന്ന്. പടക്കോ അല്ലേ? പടക്കം ഈർക്കിൽ പടക്കം. ഈർക്കിൽ പടക്കൊന്ന് പറ. എന്നിട്ടാണ് അത് ഈർക്കിൽ പടക്കം അല്ല. ഈർക്കിൽ പടക്കൊന്നല്ല, വേറെ. എടോ പെണ്ണുങ്ങളുടെ സാധനം എന്ന് പറയുമ്പോ ഈർക്കിൽ പടക്കം ഒക്കെ പെണ്ണുങ്ങൾ കൊണ്ട് നടക്കണത്. ഇതെന്തിട്ടാ? ഇത് ഓക്കെ, ഇത് കാണാൻ വഴിയില്ല, കാരണം നമുക്ക് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനമാണ്. പക്ഷെ എന്നാലും ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നാളെ ഒരു അച്ഛനാവും, അച്ചാച്ചനാവും, അപ്പൂപ്പനാവും. അന്ന സമയത്ത് ഇതൊക്കെ ഒരു മാമനൊക്കെയാണ്. അപ്പൊ എന്തായാലും മസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ. അറിഞ്ഞുടങ്ങി അറിയണം. ഓക്കെ, ഇതിന്റെ പേര് അറിഞ്ഞുണ്ടെങ്കിൽ ഇത് എന്തിനെങ്കിലും യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ എന്തെങ്കിലും അതെങ്കിലും ഒന്ന് പറയും. ഇതിന്റെ അറിഞ്ഞില്ലെങ്കിൽ എന്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നെങ്കിലും പറഞ്ഞാൽ മതി. ഒരു സാധനമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണില്ലേ? എന്തെങ്കിലും ഒരു ഉപയോഗത്തിനാണെന്നോട് ചിന്തിക്കാൻ പറ്റണില്ലേ? അയ്യോ അറിയില്ല. ഞാൻ പറയാം, ടാപ്പോൺസ് ആണ്. ഇത് നമ്മള് പീരീഡ്സ് ടാപ്പോൺസ് എന്ന് പറയും. പീരീഡ്സ് ആവ് ഇത് എല്ലാവർക്കും അറിയണ സംഭവമായിരിക്കും. മെൻസ്ട്രൽ കപ്പില്ലേ, അതിന് പകരവും ഇത് യൂസ് ചെയ്യാം. ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഉള്ളിലേക്ക് തേക്കണം. ഈർക്കിൽ പടക്കമൊന്നും. നെക്സ്റ്റ് ഇത് എന്നിട്ടാ? എന്ത് കളറ്? മുടിയുടെ കളർ. ഇതെന്താ? കൺപീലിയാണോ? തగ్గടിച്ചിരിക്കല്ല. ഓക്കെ, ഐലാഷസ്. ഇംഗ്ലീഷിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. പാവം മലയാളി കുട്ടിയുണ്ടാ. നെക്സ്റ്റ് ഇതെന്താ? ഇത് മറ്റേ പഠിക്കണത് ഓരോ ചെറിയ സാധനം പഠിക്കണതാണ്. ഞാൻ പറയട്ടെ, മറ്റേ സംഭവല്ലേ പിരികനൊക്കെ പഠിക്കണ പിരികൻ. ഓക്കെ, ഫേഷ്യൽ റേസർ. നമുക്കറിയാ, കണ്ടറിയാ പഠിക്കണം. ഇതെന്താ? മൊട്ടറുണ്ണി. മൊട്ടറുണ്ണി അല്ലേ? മൊട്ടറുണ്ണിയാ? പിന്നെ എന്തിട്ട് മൊട്ടറുണ്ണിയല്ലടി. പറ. മറ്റേ സാധനമാണ് ആദ്യം ഇവിടെ നോക്കിയത്. മൊട്ടറുണ്ണി. നിപ്പിൾ കവർ, നിപ്പിൾ പാഡൊക്കെ ഇല്ലേ നമ്മുടെ മറ്റേ സിലിക്കോണ്ട, അതാണ്. ഇതെന്താ? ചൂണ്ടക്കുളത്ത്. ചൂണ്ടക്കുളത്താ കുത്തണ. ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ലേ? എവിടെ ഇട്ട് കുത്താണ്? പറയല്ല.
ഒരു നഖത്തിനെ കൊണ്ട് കുത്തി ഇത് കളയണ. ആ ഇത് നഖം വെച്ച് കുത്താനാ. പിന്നെന്താ ഒക്കെ സൂക്ഷിച്ചു നോക്കേട്ടാ. ഇത് മറ്റേ സംഭവം മറ്റേ മൂക്കത്തെ സാധനം കളയണം. ഓക്കെ ഇത് മറ്റേ വൈറ്റ് ഹെഡ് ഒക്കെ കളയണതാട്ടാ. അറ്റത്തങ്ങളെ ബ്ലാക്ക് ഹെഡ് ഒക്കെ കളയണ സംഭവം. അപ്പൊ ഇത്ര ഉള്ളോട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചതില് ഒരു പകുതി മുക്കാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ശരിയാക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പകുതി സ്കോർ എന്തായാലും കൊടുത്തേക്കാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഫുള്ളും കറക്റ്റ് ആയിട്ടൊന്നല്ല പറഞ്ഞേക്കുന്നത്. പേരറിഞ്ഞൂടാ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണി ചലഞ്ച് ആയിട്ടുണ്ടാവും. ഒരു ഫണ്ണി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഫണ്ണി ഗെയിം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ടാപ്പോൺസിന്റെ ആ സംഭവം കണ്ടിട്ടില്ല. അതൊക്കെ അറിഞ്ഞൂടാ. മറ്റേ മെൻസ്ട്രൽ കപ്പിന്റെ അറിയാം അതൊക്കെ. അപ്പൊ ഇത്രയുള്ളോട്ടെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഫണ്ണി ചലഞ്ചും വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നവരെ